ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് വരാനായിട്ട് പോകുന്നത്. അതായത് കൃഷ്ണ പിങ്കള സംകഷ്ടി ചതുർത്ഥി. എന്താണ് ഈ ചതുർത്ഥിക്ക് ഇത്രയും പ്രാധാന്യം വന്നത്? എന്താണ് കഥ? ഭഗവാന്റെ രൂപം എന്താണ്? എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്? ഏത് നാമം ഉപയോഗിച്ചിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ആരൊക്കെ പ്രാർത്ഥിക്കണം? എന്താണ് ഈ ദേവന്റെ പ്രത്യേകത, ശക്തി വിശേഷം? ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് 2026 ജൂലൈ 3-ാം തീയതി രാവിലെ 11:20 മുതൽ 4-ാം തീയതി ഉച്ച കഴിഞ്ഞ് 12:39 വരെയാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണ പിങ്കള സംകഷ്ടി ചതുർത്ഥിയായി നമ്മൾ ആചരിക്കുന്നത് 2026 ജൂലൈ 3 വെള്ളിയാഴ്ചയാണ്. ചന്ദ്രോദയം ജൂലൈ 3 രാത്രി 9:29 അതുകൊണ്ട് തന്നെ 9:29 ആകുന്ന സമയത്ത് ചന്ദ്രഭഗവാനെ നമ്മൾ എല്ലാവരും ദർശിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം വേണം വ്രതമെടുക്കുന്ന ആളുകൾ വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഇനി വ്രതം എടുത്തിട്ടില്ല എങ്കിൽ പോലും അന്നേ ദിവസം ശുദ്ധാഹാരത്തിലിരുന്ന് ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് അന്ന് ചന്ദ്രഭഗവാനെ കണ്ട് ഭഗവാനെ കൂടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ചതുർത്ഥി ദിവസത്തിൽ ചന്ദ്രനെ കാണാൻ പാടില്ലല്ലോ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന്. ഈ കൃഷ്ണപക്ഷ ചതുർത്ഥി സംകഷ്ടി ചതുർത്ഥി ആയിട്ടാണ് ആചരിക്കുന്നത്. ഈ സംകഷ്ടി ചതുർത്ഥി ദിനത്തിൽ നമ്മൾ ചന്ദ്രഭഗവാനെ കാണണം. ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷം വേണം വ്രതം അവസാനിപ്പിക്കാൻ. എന്നാൽ ശുക്ലപക്ഷ ചതുർത്ഥി, അതാണ് വിനായക ചതുർത്ഥി, ആ ദിവസം ചന്ദ്രനെ കാണാൻ പാടുള്ളതല്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അക്കാര്യം പ്രത്യേകമായിട്ട് ഒന്ന് ഓർത്തുകൊള്ളുക. ഇനി അന്നേ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് കൃഷ്ണ പിങ്കള ഗണപതി രൂപമാണ്. ഈ ഗണപതിയുടെ നിറം ഇരുണ്ട സ്വർണ്ണ നിറമാണ്. ഈ ഗണപതിക്ക് 6 കൈകളാണ് ഉള്ളത്. ഒരു കൈയിൽ വരദമുദ്ര പിടിച്ച് നമ്മളെ ഒരു കൈ കൊണ്ട് അനുഗ്രഹിക്കുന്നു. ഒരു കൈ മുദ്രയാണ്, അത് വരദമുദ്രയാണ്. വരദമുദ്ര പിടിച്ച് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ബാക്കിയുള്ള 5 കൈകളിൽ ഒന്നിൽ ഒരു കൂട്ടം പൂക്കളാണ്. അതുപോലെ അടുത്ത കൈയിൽ മാമ്പഴമാണ്, പിന്നൊന്നിൽ കരിമ്പ്, മോദകം, പിന്നെ അവസാനത്തെ കയ്യിൽ മഴുവാണ്. അതായത് മാമ്പഴം, ഒരു കൂട്ടം പൂക്കൾ, കരിമ്പ്, മോദകം, മഴു, മറ്റൊരു കയ്യിൽ വരദമുദ്ര. ഇങ്ങനെ 6 കൈകൾ. ഈ രൂപത്തിൽ ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു മനുഷ്യൻ അവൻ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ നേരിടുന്നു എങ്കിൽ ആ വെല്ലുവിളികളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ഈ ഗണപതി നമ്മളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് അതിനുള്ള മാർഗങ്ങൾ ഗണപതി കാണിച്ചു തരുന്നു. ഇനി പരമാവധി ചില കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കും, പക്ഷെ നമ്മൾ പരാജയപ്പെടുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ഗണപതിയെ പ്രാർത്ഥിക്കണം. ഈ ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി പറ്റില്ല എന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും സാധിക്കും. ചിലപ്പോൾ ചില കുട്ടികളെ നന്നാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ശ്രമിക്കും. എത്ര ശ്രമിച്ചിട്ടും ഈ പിള്ളേര് നന്നാകില്ല. ചിലപ്പോൾ മദ്യപാനിയായ ഭർത്താവിനെ ആ മദ്യപാനത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മൾ പക്ഷേ പരാജയപ്പെടും. ചിലപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി പല പരീക്ഷകളും എഴുതി പല തവണ നമ്മൾ ശ്രമിക്കും, പരാജയപ്പെടും. ചിലപ്പോൾ വസ്തു വിൽക്കാനായിരിക്കും, വീട് വെക്കാനായിരിക്കും, കടം തീർക്കാനായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ ശ്രമിച്ചിട്ടും പരാജയം അനുഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ രൂപത്തിൽ ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാശയുടെ
തീരം കാണാനായിട്ട് സാധിക്കും. ആ വെല്ലുവിളികളെല്ലാം മാറി, ആ പരാജയങ്ങളെല്ലാം മാറി വിജയത്തിലേക്ക് എത്തിക്കുവാൻ ശേഷിയുള്ള, ശക്തിയുള്ള ഗണപതിയാണ് കൃഷ്ണപിംഗള ഗണപതി. എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കുന്നത്? സാധാരണ ഉത്തരേന്ത്യയിലുള്ള മനുഷ്യരൊക്കെ അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് പൂർണ്ണ ഉപവാസമായിരിക്കും ഈ ചന്ദ്രഭഗവാനെ കാണുന്ന സമയം വരെ. ചന്ദ്രഭഗവാനെ കണ്ട് ചന്ദ്രഭഗവാനെ അവര് പൂജിക്കും. അങ്ങനെ ചന്ദ്രഭഗവാന്റെ പൂജയെല്ലാം കഴിഞ്ഞ് പിന്നീട് ഗണപതി ഭഗവാനെ കൂടെ പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് എന്തെങ്കിലും ഭഗവാന് കൊടുത്ത നൈവേദ്യങ്ങൾ കഴിച്ചുകൊണ്ട് അവരുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കും. ചന്ദ്രഭഗവാനെ എങ്ങനെയാണ് പൂജിക്കുന്നത്? അതായത് നമ്മൾ ഒന്നുകിലും മുറ്റത്തിറങ്ങി നിന്ന് ഭഗവാനെ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെറസിന്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ നിന്ന് ഭഗവാനെ നോക്കുക. അങ്ങനെ ഭഗവാനെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതായത് ഒരു ചെറിയ മൺചിരാത്, ആ മൺചിരാതില് ഒരു അല്പം എണ്ണ ഒഴിച്ച് ഒരു തിരിയിട്ട് തെളിയിക്കണം. പിന്നീട് ഒരു പാത്രം, ഒരു തട്ടം, ആ തട്ടത്തിനകത്ത് നമ്മൾ കുറച്ച് പൂക്കള്, അതുപോലെ തന്നെ അരി ഉണ്ടെങ്കിൽ അക്ഷതം ഉണ്ടെങ്കിൽ അക്ഷതം, പൊട്ടാത്ത അരി അതുണ്ടെങ്കിൽ അത്, പൂക്കള്, അതുപോലെ തന്നെ എന്തെങ്കിലും പഴങ്ങളോ മധുര പലഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ, ഒരു കിണ്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അല്പം ജലം കൂടി എടുക്കുക. ഈ മൺചിരാത് നമ്മൾ തെളിയിച്ചിട്ട് അത് നമ്മുടെ ഈ പ്ലേറ്റിനകത്ത് വേണം വെക്കാനായിട്ട്. ചന്ദനത്തിരിയൊക്കെ വെക്കണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ സൂക്ഷിക്കണം ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു പാത്രം അലങ്കരിച്ച് നമ്മൾ എടുത്തു വെക്കുക. ഒരു പാത്രത്തിൽ ജലം അല്ലെങ്കിൽ കിണ്ടിയിൽ ജലം എടുത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ചന്ദ്രഭഗവാനെ കാണുക. ചന്ദ്രഭഗവാനെ കണ്ടിട്ട് നമ്മൾ ഈ കിണ്ടിയിലെ വെള്ളം ചന്ദ്രഭഗവാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ നമ്മൾ താഴേക്ക് ഒഴിക്കണം. ആ സമയം നമ്മുടെ മനസ്സിൽ എന്താണ് വരേണ്ടത്? നമ്മൾ ചന്ദ്രഭഗവാന്റെ ആ തിരുശരീരത്തിലാണ് ഈ ജലം സമർപ്പിക്കുന്നത് എന്ന ചിന്ത വേണം നമുക്ക് വരാൻ. അതായത് ചന്ദ്രഭഗവാനെ നമ്മൾ അഭിഷേകം ചെയ്തു. പിന്നീട് നമ്മൾ ഭഗവാന് ആരതി ചെയ്യണം. അതായത് ഈ തട്ടത്തില് നമ്മൾ പൂക്കള്, പഴവർഗ്ഗങ്ങള് അല്ലെങ്കിൽ സ്വീറ്റ്സ് ഇതൊക്കെ കാണും. അതുപോലെ തന്നെ വിളക്കും കാണും. ചെറിയ മൺചിരാതില് വിളക്കും കാണും. ആ തട്ടം കയ്യിലെടുത്ത് ചന്ദ്രഭഗവാനെ 3 തവണ ആരതി ചെയ്യണം. അതിനുശേഷം നമ്മുടെ തട്ടത്തിലുള്ള പൂക്കള് അല്ലെങ്കിൽ അരി എടുത്തിട്ട് ചന്ദ്രഭഗവാന് സമർപ്പിക്കുന്നതായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്നും താഴേക്ക് ഇടുക. ഇപ്പോൾ നമ്മൾ ചന്ദ്രഭഗവാന് അഭിഷേകം ചെയ്തു, ഭഗവാന് ആരതി ചെയ്തു, അതിനുശേഷം പുഷ്പവൃഷ്ടിയും ചെയ്തു. പിന്നീട് നമ്മൾ ആ തട്ടം ഇങ്ങനെ ഉയർത്തി വെക്കണം അന്തരീക്ഷത്തിലേക്ക്. ഭഗവാന് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രസാദം ഭഗവാന് സമർപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഉയർത്തി ഭഗവാൻ അത് സമർപ്പിക്കണം. പിന്നീട് നമ്മൾ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. ആ സമയത്ത് ഗണപതി ഭഗവാന് നമ്മൾ പ്രത്യേകം വിളക്ക് തെളിയിച്ച് വെച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് പ്രത്യേകം പ്രസാദവും നമ്മൾ വെക്കണം. അതായത് ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്ത കാര്യം അത് ചന്ദ്രഭഗവാനുള്ളതാണ്. ഇവിടെ ഭഗവാന് പ്രത്യേകം വിളക്കും അതുപോലെ തന്നെ പ്രസാദവും വെക്കണം. ഇവിടെ ഭഗവാന് വിളക്ക് തെളിയിച്ച് പ്രസാദം വെച്ച് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം വേണം ചന്ദ്രഭഗവാനെ കാണാനായിട്ട് പോകേണ്ടത്. അതിനുശേഷം അവിടുത്തെ പൂജ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നീട് നമ്മൾ വീണ്ടും ഗണപതി ഭഗവാന്റെ അടുത്ത് വന്ന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. അവിടെ പ്രത്യേകം വിളക്കും ഉണ്ടായിരിക്കണം, ഭഗവാന് നൈവേദ്യവും ഉണ്ടായിരിക്കണം. അങ്ങനെ അവിടെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്കൊരു നാമം പറഞ്ഞു തരാം. ആ നാമം 9 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 27 അല്ലെങ്കിൽ 108 തവണ ആ നാമം നിങ്ങൾ ജപിക്കണം. അങ്ങനെ ജപിച്ച് ഭഗവാനെ നമസ്കരിക്കണം. അതിനുശേഷം നിങ്ങൾ പ്രസാദമായി നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന, അതായത് ചന്ദ്രഭഗവാന് വെച്ചിരിക്കുന്ന പ്രസാദം കാണും, അതുപോലെ തന്നെ ഗണപതി ഭഗവാന് വെച്ചിരിക്കുന്ന പ്രസാദങ്ങൾ കാണും. ആ പ്രസാദങ്ങളൊക്കെ കഴിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഗണപതി ഭഗവാന് തീർത്ഥം വെക്കുമല്ലോ, കിണ്ടിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ തീർത്ഥം വെക്കുമല്ലോ. ആ തീർത്ഥം കുടിച്ച്
പിന്നീട് പഴമാണെങ്കിൽ പഴം, അല്ലെങ്കിൽ ലഡു ആണെങ്കിൽ ലഡു, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അതാണ് സാധാരണ ചെയ്യേണ്ടത്. അല്ല, പകൽ മുഴുവൻ ഉപവസിച്ചിരിക്കാൻ സാധിക്കാത്ത ആളുകൾ ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക. അങ്ങനെ ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പാല് കഴിക്കാം, ധാന്യങ്ങൾ ഇല്ലാതെ പഴങ്ങള്, പച്ചക്കറികള് അതൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾ ഏകാദശി എടുക്കുന്നത് പോലെ ആ രീതിയിലും നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി സാഹചര്യം നോക്കി ചെയ്യുക. ഇനി നമുക്കറിയാനുള്ളത് നാമവും അതുപോലെ തന്നെ കഥയുമാണ്. ഈ കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതിനുശേഷം നാമവും പറഞ്ഞു തരാം. ഈ കഥ ശ്രീകൃഷ്ണനാണ് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് മഹിഷ്മതി എന്ന രാജ്യത്തില് മഹിജിത്ത് എന്ന് പറഞ്ഞ ഒരു രാജാവ് ജീവിച്ചിരുന്നു. ഈ രാജാവ് വലിയ ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം തൻ്റെ മക്കളെ പോലെയാണ് തൻ്റെ പ്രജകളെ സ്നേഹിച്ചിരുന്നത്. വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ദാനങ്ങളൊക്കെ ധാരാളം ചെയ്തുകൊണ്ടിരുന്ന വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു. പക്ഷേ ഈ രാജാവിനൊരു വലിയ സങ്കടമുണ്ടായിരുന്നു. രാജാവിന് മക്കളില്ലായിരുന്നു. ഹിന്ദുമത വിശ്വാസ പ്രകാരം ഒരു മനുഷ്യന് മോക്ഷം ലഭിക്കണമെങ്കിൽ അവന് മക്കളുണ്ടാകണം. ആ മക്കള് കർമ്മങ്ങൾ ചെയ്യണം, പിതൃകർമ്മങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ അവന് മോക്ഷം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തനിക്ക് മോക്ഷം ലഭിക്കുകയില്ല, തനിക്ക് മക്കളില്ല എന്ന ചിന്ത ആ രാജാവിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് വ്രതങ്ങൾ അനുഷ്ഠിച്ചു, ഒരുപാട് യാഗങ്ങൾ നടത്തി, പൂജകൾ നടത്തി, യജ്ഞങ്ങൾ നടത്തി. പക്ഷെ എല്ലാം വ്യർത്ഥമായിരുന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെ അവസാനം ഇദ്ദേഹം വൃദ്ധനായി തീർന്നു. വൃദ്ധനായി തീർന്നപ്പോഴും ഇദ്ദേഹത്തിന് ഈ ഒരു ആധിയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മരണകാലം അടുത്തിരിക്കുന്നു, എനിക്ക് മോക്ഷം ഉണ്ടാവുകയില്ല, തനിക്ക് കുട്ടികളില്ല എന്ന ചിന്ത ഇദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഈ വാർദ്ധക്യത്തിൽ പോലും. അങ്ങനെ ഇദ്ദേഹം ശ്രേഷ്ഠരായ ബ്രാഹ്മണരെയും അതുപോലെ തൻ്റെ പ്രജകളെയും മഹർഷിമാരെയും ഒക്കെ വിളിക്കുന്നു. എന്നിട്ട് തൻ്റെ ഈ സങ്കടം പറയുകയാണ്. താൻ എന്തു ചെയ്യണം എന്ന് അവരോട് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിച്ചില്ലേ? ഞാൻ ഒരുപാട് ദാനങ്ങളും ധർമ്മങ്ങളും ഒക്കെ ചെയ്തില്ലേ? ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം അറിഞ്ഞുകൊണ്ട് ചെയ്തോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് കരയുകയാണ്. അവസാനം ഈ രാജാവിന്റെ സങ്കടം കണ്ടിട്ട് ഇവര് പറയുകയാണ്, ഞങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ച് തരാം, അങ്ങ് വിഷമിക്കരുത് എന്ന് അവര് പറയുന്നു. അങ്ങനെ അവര് രാജാവിന്റെ സങ്കടം എങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വനത്തില് ഒരു മഹർഷി വന്നിരിക്കുന്നതായിട്ട് അവർക്ക് അറിവ് ലഭിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ആ കാട്ടിൽ ചെന്നിട്ട് ആ മഹർഷിയെ കാണുന്നു. ആ മഹർഷിയുടെ പേര് ലോമാഷ് എന്നായിരുന്നു. ലോമാഷ് മഹർഷിയോട് തങ്ങളുടെ രാജാവിന്റെ സങ്കടം ഇവരെല്ലാവരും പറയുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം ഒരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥിയായ കൃഷ്ണപിംഗള സംഗഷ്ടി ചതുർത്ഥി വ്രതം വിധിയാവണ്ണം അനുഷ്ഠിച്ച് ദാനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ രാജാവിന് കുട്ടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ കാര്യം എല്ലാവരും വന്ന് രാജാവിനോട് പറയുന്നു. അങ്ങനെ ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസം അദ്ദേഹം വിധിയാവണ്ണം വ്രതം അനുഷ്ഠിക്കുന്നു. ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ ദാനം ചെയ്യുന്നു. അങ്ങനെ ആ വ്രതം അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ട് അതിസുന്ദരനും എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ആൺകുട്ടി ഈ രാജാവിന് ജനിക്കുന്നു. അതോടുകൂടി ഒരിക്കലും സാധിക്കില്ല, അതായത് എല്ലാ ശ്രമവും പരാജയപ്പെട്ട ഇടത്ത്, പരമാവധി ശ്രമിച്ചിട്ടും പരാജയം സംഭവിച്ച ഇടത്ത് രാജാവിന് ഫലം കാണുകയാണ്. അതോടുകൂടി പിന്നീട് അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, അല്ലയോ യുധിഷ്ഠിര, താങ്കളും ഈ വ്രതം അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിച്ചാൽ
അങ്ങയ്ക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും, അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും, അങ്ങയുടെ രാജ്യം സുരക്ഷിതമായി തീരും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം അനുസരിച്ചിട്ട് യുധിഷ്ഠിരനും ഈ വ്രതം അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ഇനി നാമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ നാമം എല്ലാ ദിവസവും നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. നാമം ഇതാണ്: ഓം ശ്രീകൃഷ്ണ പിങ്കള ഗണപതയേ നമ. ഓം ശ്രീ കൃഷ്ണ പിങ്കള ഗണപതിയേ നമ. അതാണ് നാമം. ഓം എന്നുള്ളത് പവിത്രമായ അല്ലെങ്കിൽ ബഹുമാനം സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. ശ്രീ എന്നത് എന്താണ്? ദിവ്യമായ ശക്തി അല്ലെങ്കിൽ ആ ഒരു പദവി, മഹാലക്ഷ്മി, ഇതിനെയൊക്കെയാണ് ഐശ്വര്യം, ഇതിനെയൊക്കെയാണ് ശ്രീ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണ പിങ്കള എന്താണ്? ഇരുണ്ടതും സ്വർണ്ണ നിറമുള്ളതും, അതാണ് അർത്ഥം. ഗണപതിയെ, ഗണപതി നമ, നമിക്കുന്നു. അതായത് ഓം ശ്രീകൃഷ്ണ പിങ്കള ഗണപതിയെ നമ. ഇരുണ്ടതും സ്വർണ്ണ നിറമുള്ളതുമായ ഗണപതിയെ നമിക്കുന്നു എന്നാണ് അർത്ഥം. ഈ നാമം ദിവസവും 108 അല്ലെങ്കിൽ 27 അല്ലെങ്കിൽ 9, 1008 തവണയൊക്കെ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറയില്ലേ, ഓ എനിക്കിനി വയ്യ, ഞാൻ എത്ര പറഞ്ഞിട്ടും അവരനുസരിക്കുന്നില്ല, ഞാനിനി അത് ഉപേക്ഷിച്ചു, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഇങ്ങനെ പറയുന്ന അവസരങ്ങളുണ്ട് നമുക്ക്, ഇല്ലേ? അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചില കാര്യങ്ങളിൽ വിഷമമുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കുട്ടികളുടെ ചില സ്വഭാവങ്ങളായിരിക്കാം, ഫോണിലെ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പഠിക്കാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മടുത്തിട്ടുണ്ടാകും, അനുസരിക്കത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കുന്നതിന് ഈ ഗണപതിയെ പ്രാർത്ഥിച്ചാൽ മതി. ഇനി നിങ്ങൾ അവരോട് ഈ കാര്യത്തെ പറ്റി പറയുകയേ വേണ്ട. പക്ഷേ നിങ്ങൾ ആരോട് പറയണം? കൃഷ്ണ പിങ്കള ഗണപതിയോട് പറയണം. നിരന്തരം ഈ നാമം ജപിച്ച് എൻ്റെ ഈ പ്രശ്നം ഒന്ന് മാറ്റിത്തരണം, എൻ്റെ ഭർത്താവിൻ്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റിത്തരണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റിത്തരണം, എനിക്കത് സാധിച്ചു തരണം, എൻ്റെ വീട് വിറ്റ് തരണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് വെക്കാൻ പറ്റണം, എൻ്റെ കടം തീർത്തു തരണം. ഇങ്ങനെ പറഞ്ഞ് ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, മാറ്റമുണ്ടാകും. അതുപോലെ നമ്മളൊരു ജോലി ആരംഭിക്കുകയാണ്. ആ ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് ഈ നാമം ഒരു 3 തവണ ജപിച്ചിട്ട് ജോലി ആരംഭിച്ചോളൂ. ആ ജോലി ഭംഗിയായി നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. വിശ്വസിക്കണം, വിശ്വാസമാണ് പ്രധാനം, അല്ലാതെ ഒരു പരീക്ഷണം എന്ന നിലയിൽ ചെയ്യരുത്. വിശ്വസിച്ച് ഈ ഗണപതി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഓം ശ്രീകൃഷ്ണ പിങ്കള ഗണപതയേ നമ എന്ന് കമന്റ് ബോക്സിൽ എഴുതുക. ഇന്നു മുതൽ എഴുതി തുടങ്ങിക്കൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ഇടും. കാരണം അത്ര ശ്രേഷ്ഠമായ ഗണപതിയുടെ രൂപമാണ് ശ്രീകൃഷ്ണ പിങ്കള ഗണപതി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.